അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ ഇടതുപക്ഷക്കാരായ സർക്കാർ അഭിഭാഷകർ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ കെ.ജെ. റിനിക്ക് സ്റ്റേ വാങ്ങി നൽകിയതോടെയാണ് മന്ത്രി മുരളീധരൻ പൊട്ടിത്തെറിച്ചത്. കേസ് നന്നായി നടത്താത്തത് കാരണമാണ് തോറ്റതെന്ന് മുഖ്യമന്ത്രിയെ വരെ വിളിച്ചറിയിച്ചു. മുഖ്യമന്ത്രിയാണ് നിയമമന്ത്രി. സംഭവത്തിൽ ക്ഷുഭിതനായ മുരളിയെ മുഖ്യമന്ത്രി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലവത്തായില്ല എന്നാണ് സൂചനകൾ. 2 ദിവസത്തിനകം ട്രൈബ്യൂണലിൽ ഉത്തരവിന് സ്റ്റേ ലഭിക്കണം എന്നാണ് മന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. തൊരപ്പൻ പണി കാണിക്കുന്ന ആരെയും ഈ കസേരയിൽ ഇരുത്തില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. സർക്കാരിനെ അനുസരിക്കാത്തവർ തന്റെ കാലത്ത് തുടരില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു. റീന തൊരപ്പൻ പണി നടത്തിയോ എന്ന് മേൽക്കോടതിയിൽ പറഞ്ഞോളാമെന്നും മന്ത്രി വ്യക്തമാക്കി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മുരളീധരൻ. സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ പിണറായി രാജിവെച്ചോ? ഇത് തിരിച്ചടിയല്ല, മേൽക്കോടതിയുണ്ട്. ഭരണപരമായ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകും. മുകളിൽ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ. സെഷൻസ് കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ അതിനു മുകളിൽ ഹൈക്കോടതി ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ കെ.ജെ. റീനയെ സ്ഥലം മാറ്റിയ ഉത്തരവ് തിരുവനന്തപുരം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. നീതി നിഷേധം ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ ഡോക്ടർ റീന നൽകിയ പരാതിയിലാണ് നടപടി. സിസ്റ്റത്തിനെതിരെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഡോക്ടർ റീനയ്ക്കെതിരെ നടപടിയെടുത്തതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ. മുരളീധരൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. സർക്കാരുമായി ആലോചിക്കാതെ ഡോക്ടർ റീന പ്രവർത്തിച്ചുവെന്നാണ് ആരോഗ്യവകുപ്പ് ആരോപിക്കുന്നത്. LDF സർക്കാരിന്റെ കാലത്താണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറായി ഇവർ സ്ഥാനമേൽക്കുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് എറണാകുളം പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ഡയറക്ടറായിട്ടാണ് റീനയെ നിയമിച്ചത്. അഡീഷണൽ ഡയറക്ടറായ ഡോക്ടർ വി. മീനാക്ഷിക്കാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ചുമതല നൽകിയിരിക്കുന്നത്. ചട്ടവിരുദ്ധമായാണ് സ്ഥലം മാറ്റമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു റീന ഹർജി സമർപ്പിച്ചത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാരെ സ്ഥലം മാറ്റിയ നടപടി ഈ മാസം ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മരവിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് DHSനെ മാറ്റിയതിലും തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. റീന പകർച്ചവ്യാധിക്കാലത്ത് 15 ദിവസം അവധിക്ക് അപേക്ഷിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കി ആദ്യം ഇറക്കിയ സ്ഥലം മാറ്റ ഉത്തരവ് പിന്നീട് തിരുത്തിയിരുന്നു. ശബരിമലയിലേക്ക് ഡോക്ടർമാരെ വിട്ടു നൽകില്ല എന്ന് ദേവസ്വം ബോർഡിനെ അറിയിച്ചു. നിപ സ്ഥിരീകരിച്ച റിസൾട്ട് അറിയിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് സ്ഥലം മാറ്റത്തിന് കാരണമായി ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ ചൂണ്ടിക്കാട്ടിയിരുന്നത്. റീന സർക്കാർ സംവിധാനവുമായി സഹകരിക്കുന്നില്ല എന്നും അതാണ് നടപടിക്ക് പിന്നിലെ കാരണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മന്ത്രിയെ പൂർണ്ണമായി തള്ളുകയാണ് ഡോക്ടർ റീന. ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത് മന്ത്രി വീണ ജോർജിന്റെ വിശ്വസ്തയായിരുന്നു റീന. ഇടത് സർക്കാരിന്റെ വിശ്വസ്തയായതുകൊണ്ട് തന്നെയാണ് റീനയ്ക്കെതിരെ ആദ്യം നടപടിയുണ്ടായത് എന്ന വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു. സ്വന്തം വകുപ്പിൽ പിടിവാശി കാണിക്കുന്ന ശീലമാണ് മുരളീധരനുള്ളത്. ദേവസ്വം ബോർഡിലും മുരളി ഇത്തരത്തിൽ തന്നെയാണ് ഇടപെടുന്നത്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിച്ചപ്പോൾ മുരളി കർശന നിലപാട് സ്വീകരിച്ചു. തന്റെ പിതാവിന്റെ കീഴിൽ വർഷങ്ങളോളം ജോലി ചെയ്ത കെ. ജയകുമാറിനെ തള്ളിപ്പറയാൻ മുരളിക്ക് നിമിഷങ്ങൾ മാത്രമാണ് വേണ്ടി വന്നത്. തനിക്കിഷ്ടമല്ലാത്തതൊന്നും വകുപ്പിലുള്ളവർ ചെയ്യരുതെന്നാണ് മന്ത്രി മുരളിയുടെ നിലപാട്. ഇക്കാര്യം വകുപ്പിലുള്ളവർ മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. ഇതിനിടയിൽ മുൻ മന്ത്രി ഗണേഷ് കുമാർ മുരളിയെ അനുകൂലിച്ച് രംഗത്തെത്തി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ കെ.ജെ. റീനയെ മാറ്റിയത് നല്ല കാര്യമാണെന്ന് മുൻ മന്ത്രി ഗണേഷ് പ്രതികരിച്ചത്. റീന ഉത്തരവാദിത്തമില്ലാത്ത ഉദ്യോഗസ്ഥയാണെന്നും നിയമസഭാ കമ്മിറ്റിയെ പോലും അവർ അനുസരിച്ചില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഇത് നേരിട്ടറിയാവുന്ന കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രിയെ ബഹുമാനിച്ചില്ലെന്ന് ആരോഗ്യമന്ത്രി പറയുന്നത് ശരിയാവാമെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു. നിപ പ്രതിരോധത്തിൽ ആരോഗ്യമന്ത്രിക്ക് വീഴ്ചയുണ്ടായി. DHS വിവാദത്തിൽ വീഴ്ചയില്ല എന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചത്. ആരോഗ്യവകുപ്പ് കയ്യിൽ കിട്ടുമ്പോൾ വൻ സാമ്പത്തിക ബാധ്യതയാണുള്ളതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി മുരളീധരൻ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. മരുന്ന് കമ്പനികൾക്ക് കോടികൾ കുടിശ്ശിക നൽകാനുണ്ട്. കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ മാത്രം 2017 കോടി രൂപയാണ് നൽകാനുള്ളതെന്നും മുരളീധരൻ പറഞ്ഞു. ഇതെല്ലാം ഡയറക്ടറുടെ പിടിപ്പുകേടായാണ് മുരളീധരൻ കരുതുന്നത്. സാമ്പത്തിക കുടിശ്ശിക ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ ലഭ്യതയെ പോലും ബാധിക്കുന്നുണ്ട്. പലപ്പോഴും സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ വൈകാൻ കാരണം ഇതാണ്.
മരുന്ന് കമ്പനികൾക്ക് 476 കോടി രൂപയാണ് നൽകാനുള്ളതെന്നും മുരളീധരൻ പറഞ്ഞു. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ സ്ഥലമില്ല. ചിലരുടെ വാശിയുടെ ഫലമാണ് ഇത്. അവിടെയുള്ള അസൗകര്യങ്ങൾ കാരണം രോഗികൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരുന്നു. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തും. ആശുപത്രികളുടെ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കും. മെഡിക്കൽ കോളേജിൽ രോഗികളെ നിലത്ത് കിടത്തുന്ന സാഹചര്യം മാറ്റണമെന്നും മുരളീധരൻ പറഞ്ഞു. ഭരണപരമായ മാറ്റങ്ങളുടെ ഭാഗമായി സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാകും. അതിനെ രാഷ്ട്രീയ മാറ്റങ്ങളായി കാണരുത്. വകുപ്പിനെ നേരെയാക്കാൻ സഹകരിക്കണം. 2017 പാലക്കാടാണ് ഷിഗല്ല ഉത്ഭവം ഉണ്ടായത്. എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നു. മരണവും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടണം. തദ്ദേശ സ്ഥാപനങ്ങൾ ശുചീകരണത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും മുരളീധരൻ പറഞ്ഞു. സർക്കാർ മാറി 1 മാസം കഴിഞ്ഞിട്ടും അഭിഭാഷകരെ നിയമിക്കുന്നതിലുണ്ടായ കാലതാമസമാണ് സർക്കാരിന് താൽപ്പര്യമുള്ള കേസുകളിൽ സർക്കാർ തോൽക്കാൻ കാരണം. സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ ആദ്യം നിയമിക്കുന്നത് സർക്കാർ അഭിഭാഷകരെയാണ്. എന്നാൽ ഹൈക്കോടതിയിൽ നിയമിച്ച അഭിഭാഷകർ പോലും ഇപ്പോഴും തർക്കത്തിലാണ്. സർക്കാർ അഭിഭാഷകരുടെ നിയമനത്തിൽ കൈപൊള്ളിയതോടെ കരുതലെടുക്കാനാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയുള്ള 43 നിയമനത്തിൽ കർശന പരിശോധന നടത്തും. ഇനിയുള്ള നിയമനത്തിൽ അഡ്വക്കേറ്റ് ജനറലിനെയും DGPയുടെയും പൂർണ്ണ പരിശോധനയും കർശന നിരീക്ഷണവും ഉണ്ടാകും. ഇതുവരെ നിയമനം ലഭിച്ചവരുടെ കാര്യത്തിലും സൂക്ഷ്മ പരിശോധന ഉണ്ടാകും. ഹൈക്കോടതിയിൽ ആകെ നിയമിക്കേണ്ടത് 133 പ്ലീഡർമാരെയാണ്. ഇതുവരെ 90 പേരെയാണ് നിയമിച്ചത്. സർക്കാരിന് 2 തവണ കൈപൊള്ളിയതോടെയാണ് സർക്കാർ അഭിഭാഷകരുടെ നിയമനത്തിൽ കരുതലെടുക്കാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വക്കീലിനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറാക്കിയത് വിവാദമായതോടെ KV പ്രദീപിന് കഴിഞ്ഞ ദിവസം രാജിവെക്കേണ്ടി വന്നിരുന്നു. പട്ടികയിൽ CPI അംഗമായ അഡ്വക്കേറ്റ് ഉൾപ്പെട്ടതും വിവാദമായി. പ്ലീഡർ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നാലെ ദീപ്തിയുടെ രാജി CPI ചോദിച്ചു വാങ്ങി. UDF സർക്കാരിന് നിയമനങ്ങളിൽ കൊള്ളുന്നത് ഇത് 2ാം തവണയാണ്. സണ്ണി ജോസഫിന്റെ അളിയൻ രാജിവെച്ചത് വിവാദമായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അട്ടിമറികളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന തസ്തികകളിൽ തുടരുന്ന ഇടതനുഭാവികളായ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ സർക്കാരിന് സമയമെടുക്കും. ഇവരാണ് സർക്കാരിൻ്റെ നല്ല തീരുമാനങ്ങളെ അട്ടിമറിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പ്രവർത്തിക്കുന്നവർ ഇപ്പോഴും ഇടത് സർക്കാർ നിയമിച്ച അഭിഭാഷകർ തന്നെയാണ്. പുതിയ സർക്കാർ നിയമിച്ച അഭിഭാഷകർ ചുമതലയേറ്റിട്ടില്ല. ആരോഗ്യ ഡയറക്ടർ താൽക്കാലിക ജയം നേടിയത് അങ്ങനെയാണ്. വഖഫ് ബോർഡ് പോലും മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയത് നിയമനങ്ങളിലുള്ള മെല്ലെപ്പോക്ക് കാരണമാണ്. മുൻപത്തെ ഭൂമി വഖഫ് ഭൂമി അല്ലെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ സ്വകാര്യ അഭിപ്രായമായിരിക്കുമെന്നും പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്ക് ആലങ്കാരിക പദപ്രയോഗമാണെന്നും വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മുനമ്പം വിഷയത്തിൽ സംസാരിച്ചപ്പോഴായിരുന്നു അദ്ദേഹം VD സതീശനെ വിമർശിച്ച് പറഞ്ഞത്. സർക്കാർ ഈ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന നിലപാട് എടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ നിലപാട് സംബന്ധിച്ച ചോദ്യത്തിന് രാഷ്ട്രീയമല്ലേ പലതും കാണുമെന്നും ചെയർമാൻ പറഞ്ഞു.